ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെൻ്റ് ഇൻഫ്ലുവൻസസ് സിനിമ എനിക്ക് ഒട്ടും വർക്കായില്ല. പക്ഷേ എങ്കിലും ഇതിൻ്റെ കുറേ ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയേണ്ടതുണ്ട്. പിന്നെ ചില ആക്ടേഴ്സിൻ്റെ എഫേർട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ജോമോൻ ജ്യോതിർ അദ്ദേഹത്തിൻ്റെ എൻട്രി ആദ്യം കാണിക്കുന്നൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു റീ എൻട്രി ഉണ്ട്. അതേതാണ്ട് സിനിമയുടെ ലീഡ് ക്യാരക്ടർ കുറച്ച് ദൂരം പോയിട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ലീഡ് ക്യാരക്ടറിന് ഒറ്റയ്ക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിനെ വീണ്ടും ഒരു സപ്പോർട്ടിങ് ആക്ടറായിട്ട് കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തിരക്കഥയിൽ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. കാരണം തുടക്കത്തിൽ ജോമോൻ ജ്യോതിറിനെ കാണിക്കുമെങ്കിലും പിന്നെ കുറച്ച് നേരത്തേക്ക് അദ്ദേഹം ഇല്ല. ഇതിൻ്റെ ലീഡ് ക്യാരക്ടറാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അൽത്താഫ് സലീം പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടറിന് ഒരു കൺസിസ്റ്റൻസിയും ഫീൽ ചെയ്തില്ല. ആ ഒരു ക്രേസി ആയിട്ട് ഒരു OCD എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ ക്യാരക്ടറിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് സീനിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സീൻ ഒരു അമ്പലത്തിൽ വെച്ചിട്ടുള്ള സീനാണ്. എനിക്ക് ആ ഒരു ഭാഗം ഓപ്പണിംഗ് സീൻ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി. കാരണം ആ ഷോർട്സിലൊക്കെ ഒരു മറ്റേ സ്പീഡ് FPV ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഇൻട്രോ ആയിട്ടുള്ള സോങ് അതൊക്കെ ഒരു ഒക്കെ ഫീൽ ചെയ്തു. പാട്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസും ആ മ്യൂസിക് ഡയറക്ടറിന് ഇല്ലെന്നുള്ളതാണ് ഫീൽ ചെയ്തത്. കാരണം ഒരു പരിധിവരെ ഇങ്ങനൊരു സിനിമ ഒരു മ്യൂസിക് ഡയറക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിനെ പോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവരിതിനെ പല സീനുകളെയും മ്യൂസിക് വെച്ച് അവർക്ക് എലിവേറ്റ് ചെയ്യാൻ കഴിയും. അതും സാധിച്ചിട്ടില്ല. സിനിമയുടെ പോക്കിന് വളരെ വിപരീതമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ആണ് സിനിമയിലുടനീളം. എനിക്കത് ഭയങ്കര അരോചകമായിട്ട് തോന്നി. ഒന്നുകിൽ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്, കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കാം. സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നാലും സൗണ്ടിൻ്റെ മിക്സിങ് ആയിരുന്നാലും നമുക്ക് ആ ഒരു തിയേറ്റർ സ്റ്റഫ് എന്ന് പറയത്തക്ക ഒരു സംഭവം സൗണ്ട് ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, തുടക്കത്തിൽ ഇങ്ങനെ ഒരു OCD പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആ ക്യാരക്ടറിന് ഒരു തരത്തിലുള്ളൊരു കൺസിസ്റ്റൻസി ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. ആ രീതിയിലാണ് ഈ ക്യാരക്ടർ പോണത്. അപ്പോൾ അവിടെയാണ് ആ ഒരു ക്യാരക്ടർ കുറച്ച് ദൂരം സിനിമ കൊണ്ടുപോയതിന് ശേഷം, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം പിന്നെ വീണ്ടും ജോമോൻ ജ്യോതിർ വരുന്നുണ്ട്. അവിടെ മുതൽ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ജോമോനെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ. അദ്ദേഹത്തിന് ഒരുപാട് കോമഡി ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ടല്ലോ, ആ ഒരു സംഭവം വെച്ച് കുറച്ചെങ്കിലും സിനിമയോടൊരു ഇൻട്രസ്റ്റ് തോന്നിയത്, അല്ലെങ്കിൽ പിടിച്ചിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ടൈമിൽ ഇറങ്ങി പോകണമെന്ന് തോന്നിയതാണ്. പക്ഷേ ജോമോൻ ജ്യോതിർ ഒരു പരിധി വരെ സിനിമേനെ ഒരു ബാക്ക് ഓൺ ട്രാക്ക് എന്നുള്ള നിലയിലൊരു അടുക്കും ചിട്ടയോടുകൂടി സിനിമ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് സിനിമ എടുത്തിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേരൊക്കെ ഇതിനകത്ത് നന്നായിട്ട് അവരുടെ പാർട്ട് അവർ വളരെ സേഫായിട്ടും വൃത്തിയായിട്ടും ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവരെ കൊണ്ട് പെർഫോം ചെയ്യത്തക്ക സാധനങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. എങ്കിലും ഉള്ള അവരുടെ ക്യാരക്ടേഴ്സിനെ അവർ സേഫാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ബെറ്റർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരീക്ഷണം ജയരാജ് സാറ് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് ആ ഒരു പേഴ്സണാലിറ്റീനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ പബ്ലിക്കിനെ അറിയാമല്ലോ ഇങ്ങനൊരു കഥാപാത്രത്തിന്. ഉദാഹരണത്തിന് ജാസി ഗിഫ്റ്റിൻ്റെ അത് ഫോർ ദ പീപ്പിൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിനിമ വന്ന് ഡിസംബർ കണ്ട്. ഈ സിനിമയ്ക്കകത്ത് ജാസി ഗിഫ്റ്റിന് പരമാവധി അതിനകത്ത് വിനിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആളിനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റാതെ ആ ക്യാരക്ടറിനെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് പുള്ളി ആ ക്യാരക്ടറിനെ ഡ്രൈവ് ചെയ്തത്. പക്ഷേ ജാസി ഗിഫ്റ്റ് അഭിനയിക്കുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അന്ന് ആ സിനിമ പോയി കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഡിയൻസിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ പരിചിതരായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോഴത്തേക്ക്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. ഞാൻ ഈ സിനിമയുടെ റിവ്യൂസൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കാണണ്ടെന്ന് വെച്ചതാണ്. കാരണം റിവ്യൂസ് കണ്ടുകൊണ്ട് മാത്രമല്ല, ഞാൻ ഇന്ന് തിയേറ്ററിൽ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 6:30 ഷോ ആണ്, ആരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങിൽ ഒരൊറ്റ തിയേറ്ററിൽ ഇതുണ്ട്, വർക്കല തിയേറ്ററിലൊന്നുമില്ല. എന്നാൽ ഞാൻ നാളെ കാണാമെന്ന് വെച്ചപ്പോഴത്തേക്ക് നാളെ ഒരു നല്ല ഗംഭീര ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും കാണണം. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ക്ലാഷ് ആവണ്ടെന്നുള്ളതുകൊണ്ട് എന്നാൽ നാളെ ഏതെങ്കിലും ഒരു ടൈമിൽ നോക്കിയപ്പോഴത്തേക്ക് സിനിമ മാറുന്നു. ഒരു തിയേറ്റേഴ്സിലും ഇല്ല. എൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു ലൊക്കേഷനും ഒരു തിയേറ്റേഴ്സിലും ഈ സിനിമയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ തിയേറ്ററിൽ നിന്ന് വെളിയിലാവാൻ പോകുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടി. എന്നിട്ടിന്ന് തിയേറ്ററിൽ ചെന്നിട്ടും കോമഡി ആയിരുന്നു. തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. 2 പേരും കൂടെ വന്ന് 5 പേരില്ലെന്നുണ്ടെങ്കിൽ ഷോ ഇടത്തില്ലെന്ന് അവർ പറഞ്ഞു. നാളത്തെ സിനിമയ്ക്കുള്ളത് ബുക്ക് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് 2 പേരും കൂടെ വന്ന്, 2 പേരല്ല പിന്നെ 5 പേര് വന്ന്. അങ്ങനെ എന്തായാലും പോയത് വെറുതെ ആയില്ല, സിനിമ കാണാൻ പറ്റി. പിന്നെ ഈ സിനിമ കാണാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് എൻ്റെ നാട്ടുകാരനായിട്ടുള്ളൊരു ചേട്ടൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. വലിയ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല, പക്ഷേ എങ്കിലും അദ്ദേഹം സ്ക്രീനിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ നോട്ടീസ് ചെയ്യും. അത്രയ്ക്ക് സ്ക്രീനിൽ പ്രസൻസ് കൊടുക്കാൻ കഴിയുന്ന ഒരു ബിൽട്ടാണ് പുള്ളി.
ഓവറോൾ. ബൈ ഡിഫോൾട്ട് പോലീസ് ഓഫീസറും കൂടിയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പവറും സംഭവമൊക്കെ ഉണ്ട്. ആളിതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലീഡ് ക്യാരക്ടറിനേക്കാളും ബെറ്ററായിട്ട് ഉള്ള പാർട്ടാൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഷൈനണ്ണൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അണ്ണനോട് പറയാനുള്ളത്, അണ്ണനൊരു സ്കോപ്പുണ്ട് മൂവി ഫീൽഡിൽ. അത് ഇതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല സിനിമയിൽ ഒരു അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു ക്യാരക്ടർ അണ്ണന് നല്ല ഗംഭീരമായിട്ട് ചെയ്യത്തക്ക വിധത്തിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ളൊരു പെർഫോമൻസ് അണ്ണൻ്റെ സൈഡിൽ നിന്ന് അണ്ണൻ ഈ സിനിമയിൽ പോലും ഇട്ടിട്ടുണ്ട്. എന്നിട്ടും പുള്ളിയെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഏരിയാസിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഈ സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കട്ട് ചെയ്ത് കൺസൈസ് ചെയ്തപ്പോഴത്തേക്ക് സംഭവം പോയതാണ്. ആളെൻ്റെ ഒരു അടുത്ത ബന്ധുവും കൂടെയൊക്കെയാണ്. ആളിന് ഭയങ്കര സിനിമയോടൊരു പാഷനുള്ളൊരു വ്യക്തിയാണ്. പോലീസ് ഓഫീസർ ആണെങ്കിൽ കൂടി ഇതിനകത്ത് മെയിൻ പോലീസ് ഓഫീസറായിട്ട് വന്ന ആൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നെക്ക് ആൻഡ് നെക്കായിട്ട് ഷോൾഡർ ടു ഷോൾഡർ നിൽക്കുന്നൊരു പോലീസ് ഓഫീസറായിട്ടാണ് ഗംഭീരമായിട്ട് ഷൈനണ്ണൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇൻഫ്ലുവൻസേഴ്സിന് ശരിക്കും പർപ്പസ്ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് തന്നെ ശരിക്കും ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിനിമ വീക്കാവുന്നതിനനുസരിച്ച് സിനിമ അഡ്രസ്സ് ചെയ്യുന്ന സബ്ജക്ട്സും അതിനോടൊപ്പം വീക്കാവും. പിന്നെ ഏറ്റവും പരിതാപകരമായിട്ട് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒരു പരിധിവരെ ഇതിൻ്റെ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒക്കെ കൊള്ളാം മ്യൂസിഷ്യൻ, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിരുന്നുവെങ്കിൽ, അതായത് സിറ്റുവേഷൻ അനുസരിച്ചുള്ള സ്കോർ ചെയ്യാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു മ്യൂസിഷ്യൻ്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിലും ഒരു പരിധി വരെ ഇതൊരു കോമഡി ജോണറിൽ വരുന്നൊരു മൂവിയാണ്. അപ്പോൾ ആ ഒരു കോമഡി എലിമെൻസിനെങ്കിലും ഒന്ന് ഫയറപ്പ് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു പക്ഷേ ചിലപ്പോൾ സാധിച്ചേക്കുമായിരുന്നു. അവിടെയും പരാജയപ്പെട്ടു പോയി. പിന്നെ കിലി പോളിന് ഒരു സർപ്രൈസിങ് എലിമെൻ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു തരത്തിലുള്ളൊരു വാവ് തോന്നത്തക്ക ഒരു സംഭവങ്ങളും ഇല്ല. വളരെ ഒരു ബേസിൽ എങ്ങനെയോ എടുത്ത് മുന്നോട്ട്, അതായത് ഇതിൻ്റെ ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കോണ്ടൻറ്റ്. ഇപ്പോൾ ഇതിൻ്റെ റൈറ്റേഴ്സിൽ അദ്ദേഹവും ഉണ്ട്. 3 പേര് കൂടി ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ റൈറ്റിങ്ങിൽ വന്നൊരു സിങ്കിൻ്റെ പ്രശ്നമായിരിക്കാം. എങ്കിലും പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സീക്വൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക്, ഷോട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഡയറക്ടറിന് ഫീൽ ചെയ്യുമല്ലോ, ഇത് പെർഫെക്റ്റ് ആണ്. അതല്ല പെർഫെക്ഷൻ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒരു റീടേക്ക് എടുക്കത്തക്ക വിധത്തിലുള്ള ഒരു ശ്രമം പോലും അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് നടത്തിയിട്ടില്ല. അതാണ് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയത്. മേ ബി ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കാം പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഓക്കെ ഇത് മതി എന്നുള്ള വിധത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു. അവിടെ കുറച്ചും കൂടെ പിടിച്ച് ഒരു പെർഫെക്ഷനിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, നല്ല സ്ക്രിപ്റ്റായിരുന്നു, അത്യാവശ്യം നല്ല കോമഡിയൊക്കെ വർക്കാകത്തക്ക വിധത്തിൽ സിനിമ എടുക്കാമായിരുന്നു. പക്ഷേ അത്രത്തോളം വർക്കായില്ല. പിന്നെ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം നല്ല രീതി, നല്ല ക്വാളിറ്റി. അത് തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മൾ അധികം മലയാള സിനിമകളിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു വിഷ്വൽ പ്രസൻറ്റേഷനൊക്കെ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ പ്രൊഡക്റ്റിനൊരു പെർഫെക്ഷൻ ഇല്ലാതായിപ്പോയി. സോ അതുകൊണ്ട് തന്നെ ഈ മൂവി ഔട്ട് ഓഫ് 10 ഞാൻ 5 റേറ്റ് ചെയ്യാണ്. എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറിയായിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.